الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم فانظر إلى آثار رحمة الله كيف يحيي الأرض بعد موتها إن ذلك لمحيي الموتى وهو على كل شيء قدير. സ്നേഹമുള്ള വിശ്വാസിനികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവം പടച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പൂർണ്ണമായി ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മയെല്ലാം അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ കഴിഞ്ഞ സംസാരങ്ങളിലെല്ലാം സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം സമ്പൂർണം സമാധാനം എന്ന വളരെ ശ്രദ്ധേയമായ ഒരു വിഷയത്തിൽ ഏകദേശം 2 മാസമായി കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ ഇൻഷാ അല്ലാഹ് വരുന്ന വെള്ളിയാഴ്ച മസ്ജിദുൽ കബീർ ഓഡിറ്റോറിയത്തിൽ അതിന്റെ സമാപനം നടക്കാനിരിക്കുകയാണ്. ഈ കൂടിയ എല്ലാവരെയും വളരെ സ്നേഹപൂർവം ആ ഒരു സമാപന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുക കൂടിയാണ്. പ്രസ്തുത പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ ഏരിയയിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിന്റെ സംസ്കരണ തലവുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധേയമായ ഒരു സംസാരം, അതോടൊപ്പം തൗഹീദിന്റെ മേഖലയിൽ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യതിയാനങ്ങളും നാം നേരിന്റെ വഴിയിൽ നിലകൊള്ളേണ്ടതിൻ്റെ ആവശ്യകതയും ബോധ്യപ്പെടുത്തിയിട്ടുള്ള ബഹുമാന്യനായ അധ്യക്ഷൻ അസ്ലം ഉസ്താദിന്റെ
ചുരുങ്ങിയ നേരത്തെ വാക്കുകളും നമ്മൾ കേൾക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഒരല്പസമയം കാരുണ്യവാനായ റബ്ബിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധഭൂമിയിൽ നിന്ന് തൻ്റെ കുഞ്ഞിനെ തേടി വരികയും തൻ്റെ കുഞ്ഞിനെ കിട്ടിയ ആ സമയത്ത് മറ്റെല്ലാം മറന്ന്, സാഹചര്യങ്ങളെ പരിസരങ്ങളെ മറന്ന്, മാറോടണച്ച് തൻ്റെ പൊന്നോമനക്ക് പാല് കൊടുക്കുന്ന മാതാവിനെ കണ്ട് സ്വഹാബത്തിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അല്ലയോ സ്വഹാബ, ഈ സ്ത്രീ അവളുടെ കുഞ്ഞിനെ തീയിലെറിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ആ കുഞ്ഞിനോടുള്ള ആ ഉമ്മയുടെ സ്നേഹ പെരുമാറ്റങ്ങളെ നേരിട്ടു കണ്ട സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഒരിക്കലും ആ ഉമ്മാക്ക് അവരുടെ ആ കുഞ്ഞിനെ തീയിലെറിയാൻ സാധിക്കുകയില്ല. ആ സന്ദർഭത്തിലാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഓർമ്മപ്പെടുത്തിയത്, അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. ഈ പെണ്ണിന് അവളുടെ കുഞ്ഞിനോട് എത്രമേൽ കാരുണ്യവും ഇഷ്ടവും അനുകമ്പയും ഉണ്ടോ, അതിനേക്കാൾ തൻ്റെ അടിമകളോട് ഏറെ കാരുണ്യമുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന വളരെ ശ്രദ്ധേയമായ പാഠമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പഠിപ്പിച്ചത്. ശരിക്കും അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് സംസാരിക്കാൻ ഈ ഒരൊറ്റ സംഭവം മാത്രം മതി. എന്നെ കേൾക്കുന്ന സഹോദരിമാരുണ്ട്, പ്രിയപ്പെട്ട ഉമ്മമാർ. ഒരു മാതാവിന് തൻ്റെ കുഞ്ഞിനോട്, ഒരു പിതാവിന് തൻ്റെ കുഞ്ഞിനോട്, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട് എത്രമേൽ ഇഷ്ടമുണ്ട് എന്നത് ആരും വിശദീകരിക്കുകയോ വർണ്ണിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ലോകത്തേതൊരു ഉമ്മയും കുഞ്ഞിനോട് കാണിക്കുന്നതിനേക്കാളും വലിയ കാരുണ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനിലെ 113 അധ്യായങ്ങളിലാണ് തുടക്കത്തിൽ ബിസ്മിയുള്ളത്. ആ ബിസ്മിയിൽ പറഞ്ഞത് മാറ്റി നിർത്തിയാൽ തന്നെ അർ-റഹ്മാൻ എന്ന പരമകാരുണ്യകൻ എന്ന് നാം പറയാറുള്ള അള്ളാഹുവിന്റെ നാമം 57 തവണയും അർ-റഹീം കരുണാനിധി എന്ന് നാം അർത്ഥം പറയാറുള്ള നാമം 114 തവണയും ഖുർആനിൽ ആവർത്തിച്ചത് നമുക്ക് കാണാനാകും. തന്റെ അടിമകളെ, വിശ്വാസികളെ അള്ളാഹു ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഏറെ കാരുണ്യമുള്ളവനാണ് എന്ന്. മാത്രവുമല്ല, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കോപത്തേക്കാൾ അതിജയിച്ച് നിൽക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇന്നല്ലാഹ ലമ്മാ ഖദൽ ഖൽഖ കതബ ഇൻദഹു ഫൗഖ അർശിഹി ഇന്ന റഹ്മതി സബഖത് ഗളബി. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനെയും സൃഷ്ടിച്ച ശേഷം തന്റെ അർശിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന റഹ്മതി സബഖത് ഗളബി. അർശിന് മുകളിൽ അല്ലാഹ് എഴുതി വെച്ച കാര്യമാണ്, എന്റെ കാരുണ്യം എന്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു എന്ന്. സഹോദരങ്ങളെ, ഈ ലോകത്തെ സർവ്വതും നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ ലോകത്തെ മുഴുവൻ കാര്യങ്ങളും മുന്നോട്ടു പോകുന്നത്, രാവും പകലും മാറി മാറി വരുന്നത്, രാവിന്റെ സുഖകരമായ അവസ്ഥയിൽ നമ്മൾ വിശ്രമത്തിലാകുന്നത്, പകലിന്റെ തെളിഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് നാം നമ്മളുടെ ഉപജീവനത്തിന്റെ ആവശ്യങ്ങൾ തേടി വിശാലമായി ഈ ഭൂമിയിൽ അത് അന്വേഷിച്ച് നടക്കുന്നത് സർവ്വം അല്ലാഹുവിന്റെ കാരുണ്യമാണ്. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്ക് എല്ലാവർക്കും നൽകിയ കാരുണ്യമാണത്. ഒരു പകലിനു കൂടി വിട പറഞ്ഞ് ഒരു രാവിനെ നമ്മൾ സ്വീകരിച്ചു. ഈ രാവിനെ സ്വീകരിച്ച് രാവിന്റെ ഈ സുഖകരമായ സന്തോഷകരമായ വിശ്രമവേളയെ നമ്മൾ സ്വീകരിച്ചത് നമ്മൾ മാത്രമല്ല, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവനും അള്ളാഹുവിനെ പാടെ നിഷേധിക്കുന്നവനും അല്ല തന്നെ ഇല്ല എന്ന് പറയുന്നവനും
ഈ രാവിന്റെ മുഴുവൻ സൗകര്യങ്ങളെയും അവൻ അനുഭവിക്കുകയാണ്. പകല് ഓരോ മനുഷ്യനും അവന്റെ ഉപജീവനത്തെ അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അത് അല്ലാഹു ചെയ്തു കൊടുത്ത കാരുണ്യമാണ് എന്ന് സൂറത്തുൽ ഖസസിന്റെ 73-ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അല്ലാഹു പറഞ്ഞു, വമിർ റഹ്മതിഹി ജഅല ലകുമുൽ ലൈല വന്നഹാര ലിതസ്കുനൂ ഫീഹി വലിതബ്തഗൂ മിൻ ഫദ്ലിഹി വലഅല്ലകും തഷ്കുറൂൻ. വമിർ റഹ്മതിഹി അല്ലാഹുവിന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ് ജഅല ലകുമുൽ ലൈല വന്നഹാര ലിതസ്കുനൂ ഫീഹി വലിതബ്തഗൂ മിൻ ഫദ്ലിഹി. രാവും പകലും നിങ്ങൾക്ക് ഉണ്ടാക്കി തരികയും ആ രാവിൽ നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള അവസരം ഒരുക്കുകയും പകലിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം അന്വേഷിച്ച് അവന്റെ ഔദാര്യത്തെ തേടി യാത്ര തിരിക്കാൻ കഴിയുകയും ചെയ്യുന്ന രാവും പകലും ഉണ്ടാക്കി തന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. വലഅല്ലകും തഷ്കുറൂൻ. അപ്പോൾ നിങ്ങൾക്ക് നന്ദിയുള്ളവരായി കൂടെ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. മാത്രവുമല്ല, ഈ ദുനിയാവിലെ സർവ്വതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിലാണ് കഴിഞ്ഞു പോകുന്നത്. വറ്റിവരണ്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് വെള്ളമിറക്കി ഈ ഭൂമിയെ നിർജീവമായി പോകുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ സജീവമാക്കുക എന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണെന്ന് 30-ാം അധ്യായം സൂറത്തുർ റൂമിന്റെ 50-ാമത്തെ ആയത്തിൽ അല്ലാഹു എടുത്തു പറയുകയാണ്. അല്ലാഹു മനുഷ്യനോട് പറഞ്ഞു, ഫൻദുർ ഇലാ ആസാരി റഹ്മത്തില്ലാ കൈഫ യുഹ്യിൽ അർള ബഅദ മൗതിഹാ. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ അനന്തര ഫലത്തിലേക്ക്, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ അടയാളങ്ങളിലേക്ക് മനുഷ്യരെ നിങ്ങൾ നോക്കുക. കൈഫ യുഹ്യിൽ അർള ബഅദ മൗതിഹാ. നിർജീവമായി പോയ അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് അല്ലാഹു ഈ ഭൂമിയെ സജീവമാക്കി ജീവനുള്ളതാക്കി എടുത്തത്? അത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ് അത്ര വലിയ കാരുണ്യം. സഹോദരങ്ങളെ, ഈ രാവ് മാറി വരുന്നത്, പകല് മാറി വരുന്നത്, ഭൂമി സജീവമാകുന്നത്, ഇതൊന്നും വിശ്വാസി മാത്രം അനുഭവിക്കുന്ന കാര്യമല്ല. ഒരു ദുരന്തം ഉണ്ടാകുമ്പോ, എന്തെങ്കിലും ഒരു പരീക്ഷണം വരുമ്പോ, എവിടെ നിങ്ങളുടെ റബ്ബ്, എവിടെ നിങ്ങളുടെ ദൈവം, എന്തേ പടച്ചോൻ ഇടപെടാത്തത് എന്ന് ചോദിക്കുന്ന മനുഷ്യൻ, ആ ചോദിക്കാൻ നാവ് ഉയർത്തുന്നത് പോലും അല്ലാഹു അവനോട് ചെയ്ത കാരുണ്യത്തിന്റെ അടയാളമാണ്. ആ കാരുണ്യം നമുക്ക് ലഭിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിന് നമ്മൾക്ക് അർഹരാകാനായാൽ, സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് പരിഹരിക്കാനാകും. എത്ര വലിയ പ്രയാസമാണ് നമ്മൾ അനുഭവിക്കുന്നതെങ്കിലും ആ സർവ്വ പ്രയാസങ്ങളെയും മാറ്റിയെടുക്കാൻ കഴിയും അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടിയാൽ. ഇപ്പൊ നമ്മളൊക്കെ അനുഭവിക്കുന്ന പല പ്രയാസങ്ങളിൽ ഒന്നാണ് സാമ്പത്തികമായി നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അലാ ഉഅല്ലിമുക ദുആഅൻ തദ്ഉ ബിഹി ലൗ കാന അലൈക മിസ്ലു ജബലി ഉഹദിൻ ദൈന ലഅദ്ദാഹു അല്ലാഹു അൻക. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, മുആദേ, ഉഹുദ് പർവ്വതത്തോളം താങ്കൾക്ക് കടമുണ്ടെങ്കിലും ആ കടം തീർന്നു കിട്ടാനുള്ള ഒരു പ്രാർത്ഥന ഞാൻ താങ്കൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉഹുദ് പർവ്വതത്തിന്റെ അത്ര കടബാധ്യത നിനക്കുണ്ടെങ്കിലും പടച്ച റബ്ബ് അത് പരിഹരിച്ചു തരുന്ന ഒരു പ്രാർത്ഥന നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ യാ മുആദ്, മുആദേ, താങ്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ മാലിക്കൽ മുൽക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ റഹ്മാനുദ് ദുനിയാ വൽ ആഖിറ വറഹീമഹുമാ തുഅതിയഹുമാ മൻ തശാ വതംനഉ മിൻഹുമാ മൻ തശാ ഇർഹംനി റഹ്മതൻ തുഗ്നീനി ബിഹാ അൻ റഹ്മത്തിൻ മിൻ സിവാക്. എത്ര ശ്രദ്ധേയമാണ് ആ പ്രാർത്ഥന. മുആദേ, താങ്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ മാലിക്കൽ മുൽക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. എല്ലാ അധികാരങ്ങളും കൈകാര്യം ചെയ്യുന്ന റബ്ബേ, സർവ്വ അധികാരങ്ങളുടെയും ഉടമസ്ഥനായ റബ്ബേ, നീ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം കൊടുക്കുന്നു, നീ വിചാരിക്കുന്നവരിൽ നിന്ന് അതിനെ നീ ഊരിയെടുക്കുന്നു. നീ ഉദ്ദേശിക്കുന്നവനെ നീ പ്രതാപമുള്ളവനാക്കുന്നു, നീ ഉദ്ദേശിക്കുന്നവനെ നീ നിന്ദ്യനാക്കി കളയുന്നു.
എന്നിട്ട് അതിന്റെ ബാക്കി നോക്കൂ നിങ്ങൾ. റഹ്മാനദ് ദുനിയാ വൽ ആഖിറ വറഹീമഹുമാ, ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും റഹ്മാനായ റഹീമായ റബ്ബേ, തുഅതിയഹുമാ മൻ തശാ വതംനഉ മിൻഹുമാ മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആ റഹ്മത്ത് കൊടുക്കുന്നു, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അത് തടഞ്ഞു വെക്കുന്നു. ഇർഹംനി റഹ്മതൻ തുഗ്നീനി ബിഹാ അൻ റഹ്മത്തിൻ മിൻ സിവാക്, പടച്ചവനെ നീ എന്നോട് കാരുണ്യം കാണിക്കണം. എങ്ങനെയുള്ള കാരുണ്യം? ആ കാരുണ്യം കിട്ടിയാൽ മറ്റൊരാളുടെ കാരുണ്യത്തിന്, നീയല്ലാത്ത മറ്റൊരാളുടെയും കരുണാ കടാക്ഷത്തിന് ഞാൻ പ്രതീക്ഷിച്ചു നിൽക്കേണ്ട ആവശ്യമില്ലാത്തതാണ് നിന്റെ കാരുണ്യം. അത് നീ എനിക്ക് നൽകി, നീ എന്നെ അനുഗ്രഹിക്കണേ. അതെ, താങ്കൾ ഇത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉഹദ് പർവ്വതത്തോളം താങ്കളുടെ കടമുണ്ടെങ്കിലും അള്ളാഹു താങ്കൾക്ക് അത് വീട്ടിത്തരും. എന്താ സഹോദരങ്ങൾ അവിടെ ചോദിക്കുന്നത്? ഈ പ്രാർത്ഥനയിൽ നോക്കൂ നിങ്ങൾ, പടച്ചോനെ എന്റെ കടം വീട്ടിത്തരണേ എന്നുള്ളൊരു വാക്കുണ്ടോ? അള്ളാഹുവെ എന്റെ കടബാധ്യത തീർത്തു തരണേ എന്നൊരു വാക്കുണ്ടോ? ഇല്ല. മറിച്ച് പടച്ചവനെ നിന്റെ കാരുണ്യത്തെ നീ എനിക്ക് നൽകണേ, എന്നോട് കരുണ കാണിക്കണേ. ഇഹത്തിലും പരത്തിലും കരുണ നൽകുന്നവൻ, കാരുണ്യം കാണിക്കുന്ന പരമകാരുണ്യകനായ റഹ്മാനായ റഹീമായ റബ്ബേ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ നിന്റെ കാരുണ്യത്തെ തടഞ്ഞു വെക്കും, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അത് കൊടുക്കും. റബ്ബേ, ആ കാരുണ്യം നീ എനിക്കു നൽകി അനുഗ്രഹിക്കണമേ എന്ന തേട്ടം. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, പടച്ച റബ്ബ് നമ്മളെ അങ്ങ് പരിഗണിച്ചാൽ, കാരുണ്യവാനായ റബ്ബിന്റെ കരുണ അവൻ നമ്മൾക്ക് അങ്ങ് ഇറക്കി തന്നാൽ, നമ്മൾ അനുഭവിക്കുന്നത് എന്തുമേൽ പ്രയാസങ്ങളാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധികളാണെങ്കിലും ആ പ്രതിസന്ധികൾക്കൊക്കെയും പരിഹാരമുണ്ടാകും. പക്ഷെ നിരാശയില്ലാതെ ആ കാരുണ്യത്തെ പ്രതീക്ഷിച്ചിരിക്കാൻ നമുക്കാകണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കാലം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പരീക്ഷണങ്ങളും പ്രയാസങ്ങളും വന്നാൽ മാത്രം പടച്ചോനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളാണ്. എന്താ സംസാരിക്കണത്? പരീക്ഷണം വരുമ്പോ എവിടെ റബ്ബ് എന്നാ ചോദിക്കുന്നത്. എന്നാൽ ശാസ്ത്രമാണ് ഇത് മുഴുവൻ കൊണ്ടു നടക്കുന്നത് എന്ന മനുഷ്യർക്ക് എന്തേ ശാസ്ത്രം മനുഷ്യരോട് ഇങ്ങനെ ചെയ്തത് എന്ന ചോദ്യം നമ്മൾ എവിടെയെങ്കിലും കേൾക്കാറുണ്ടോ? ഇതൊക്കെ ഒരു പ്രത്യേകമായ പ്രതിഭാസത്തിൽ അങ്ങ് നടന്നു പോവുകയാണ് എന്ന് പറയുന്ന മനുഷ്യരോട് ആ പ്രത്യേകമായ പ്രതിഭാസത്തിന്റെ ഭാഗമായി എന്തേ ഒരു വീട്ടിലെ 5 ആള് മരിച്ചു 1 ആള് ബാക്കിയായത് എന്ന ചോദ്യത്തിന് ഈ പ്രതിഭാസം പറയുന്ന മനുഷ്യർക്ക് ഉത്തരമുണ്ടോ? എന്നിട്ടാണ് അവർ പലപ്പോഴും ചോദിക്കാറുള്ളത്, എന്തേ പടച്ചോൻ കാരുണ്യം കാണിക്കാതിരുന്നത്? സഹോദരങ്ങളെ, നിരാശയില്ലാതെ ആ കാരുണ്യത്തെ പ്രതീക്ഷിക്കാൻ നമുക്കാകണം. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സന്താനത്തെ നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു പോകുന്നിടത്താണ് സൂറത്തുൽ ഹിജ്റിന്റെ 56-ാമത്തെ ആയത്തിൽ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്, ഖാല വമൻ യഖ്നത് മിർ റഹ്മതി റബ്ബിഹി ഇല്ലദ്ദാലൂൻ, വഴികേട് സംഭവിച്ച മനുഷ്യരല്ലാതെ പടച്ചോന്റെ കാരുണ്യത്തെ കുറിച്ച് ആരാണ് നിരാശരാകുക? അതുകൊണ്ട് നിരാശയില്ലാതെ ആ കാരുണ്യത്തെ പ്രതീക്ഷിച്ചിരിക്കാൻ നമുക്കാകണം. പടച്ചറബിന് ഓരോ പരീക്ഷണം തരുന്നിടത്തും ചില തീരുമാനങ്ങൾ ഉണ്ടാകും. ആ തീരുമാനത്തിൽ പോലും പടച്ചറബിന്റെ കാരുണ്യത്തെ നമുക്ക് കാണാനാകും, അല്ലെ? അപ്പൊ ഞാൻ ഇന്ന് ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു, ഖുതുബയ്ക്ക് ശേഷമുള്ള നമ്മുടെ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഖിളർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ചരിത്രം വായിക്കുന്നിടത്ത് എന്തിനെ അദ്ദേഹം ആ കപ്പൽ കേടുവരുത്തിയത്? പടച്ചോന്റെ നിർദ്ദേശപ്രകാരം എന്നാണല്ലോ പറഞ്ഞത്. അതിനെ മാത്രം ഇങ്ങോട്ട് എടുത്തിട്ട് സാധുക്കളായ കുറെ മനുഷ്യന്മാരുടെ കപ്പലിന് എന്തിന് ന്യൂനത വരുത്തി എന്ന് ചോദിച്ച്, എന്തേ ഇങ്ങനെ ഒരു കൽപ്പന അള്ളാഹുവിൽ നിന്നുണ്ടായത്, എന്തേ പടച്ചോൻ അവരോട് കാരുണ്യം കാണിക്കാത്തത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ആ നിർദ്ദേശം പോലും റബ്ബ് അവരോട് കാണിച്ച കാരുണ്യത്തിന്റെ അടയാളമായിരുന്നു എന്ന് പിന്നീട് ആ ചരിത്രം വായിച്ചു പോകുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ ആ സംഭവങ്ങൾ വായിച്ചു മനസ്സിലാക്കി പാരായണം ചെയ്ത് അർത്ഥം പഠിച്ചു പോകുന്ന ഏതൊരു മനുഷ്യരും നമുക്കത് മനസ്സിലാക്കും. ആ സാധുക്കളുടെ കപ്പൽ, ആ ദുഷ്ടനായ ഭരണാധികാരി, ആ രാജാവ് കൈയടക്കി വെക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിൽ നിന്നുണ്ടായ ഒരു നിർദ്ദേശമായിരുന്നു അത് എന്ന് വായിക്കുമ്പോൾ നമുക്ക് അള്ളാഹു അവരുടെ കാര്യത്തിൽ ഇടപെട്ടതിന്റെ രൂപം നമുക്ക് മനസ്സിലാക്കാനാകും. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഒരുപക്ഷെ മറ്റാരും ചരിത്രത്തിൽ നമ്മൾ കേട്ടുപോയിട്ടില്ലാത്ത വിധത്തിൽ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടല്ലോ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. എത്ര വർഷത്തെ, 16ഉം 18ഉം ഒക്കെ വർഷത്തെ രോഗത്തിന്റെ അവസ്ഥകൾ, അതിന്റെ തഫ്സീറുകൾ, ചരിത്രങ്ങൾ വായിക്കുന്നിടത്ത് നമ്മൾ വായിച്ചു പോയതാണ്. ഇത്ര വലിയ രോഗവും പ്രയാസവും പരീക്ഷണവും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നപ്പോ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ?
ആ പ്രാർത്ഥനയിൽ അള്ളാഹുവിന് അദ്ദേഹം വിളിച്ച നാമം എന്താ സഹോദരങ്ങളെ? വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയാഇന്റെ 83-ൽ അല്ലാഹ് പറഞ്ഞില്ലേ, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. അതാണ് ബോധ്യം എന്ന് പറഞ്ഞാൽ. ദീർഘമായ ഒരു കാലത്തെ ശരീരം മുഴുവൻ വ്രണം ബാധിച്ചു പോകുന്ന, സ്വന്തം പ്രിയതമയല്ലാത്ത കൂട്ടുകുടുംബങ്ങൾ പോലും വിട്ടുപോകുന്ന, അതിന്റെയും മുൻപ് മക്കളിലും കന്നുകാലികളിലും കൃഷിയിടങ്ങളിലും സമ്പത്തിലും അടക്കം സർവ്വതിലും പരീക്ഷണം കൊടുത്തപ്പോ നിരാശനാവല്ല ചെയ്തത്. അത് നമുക്ക് വല്ലാത്തൊരു പാഠമാണ്. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവേ എന്ന് വിളിച്ചതല്ല അവിടെ കണ്ടത്, അള്ളാഹുവിന്റെ നാമമായി പറഞ്ഞത്. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു പ്രാർത്ഥിച്ചത് എന്താണ്? അല്ലാഹുവേ, എനിക്കത് ഒരു പ്രയാസം ബാധിച്ചിരിക്കുന്നു. പക്ഷെ നീ കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും നന്നായി കരുണ കാണിക്കുന്ന കാരുണ്യവാനാണ് റബ്ബേ, അതുകൊണ്ട് എന്നോട് നീ കരുണ കാണിക്കണമേ എന്ന ആ പ്രാർത്ഥനയിൽ സഹോദരങ്ങളെ നമുക്ക് വലിയ പാഠമുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് പ്രതീക്ഷയർപ്പിക്കാൻ, ഏതു പ്രയാസങ്ങളിലും റബ്ബ് എന്നെ സഹായിക്കുമെന്ന ബോധ്യത്തിൽ, ആ റബ്ബിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയുള്ളവരായി പ്രാർത്ഥിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈ ദുനിയാവിൽ അള്ളാഹു തന്ന കാരുണ്യം എത്രയാണ്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതാണല്ലോ, ഇന്നലില്ലാഹി മിഅത റഹ്മ. അള്ളാഹുവിന് 100 കാരുണ്യം. കാരുണ്യത്തെ മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല 100 ഭാഗമാക്കി. എന്നിട്ട് അൻസല മിൻഹാ റഹ്മതൻ വാഹിദ ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിം. മനുഷ്യർക്കും ജിന്നുകൾക്കും കന്നുകാലികൾക്കും എല്ലാമായി പടച്ചറബ് ഈ ദുനിയാവിലേക്ക് തന്നത് ഒരു കാരുണ്യമാണ്. ആ ഒരു കാരുണ്യത്തെയാണ് മൃഗങ്ങളും മനുഷ്യരും ജിന്നുകളും സർവ്വ സൃഷ്ടികളും ഇവിടെ വീതിച്ചെടുത്തത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കി 99 മാറ്റി വെച്ചിരിക്കുന്നു പരലോകത്തേക്ക്. യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ. ആ 99 തന്റെ വിശ്വാസികളായ അടിമകൾക്ക് വേണ്ടി പടച്ചറബ് ഒരുക്കി വെച്ചതാണ്. അതുകൊണ്ട് ഇവിടെ കിട്ടിയ ഈ ഒരു കാരുണ്യം അനുഭവിച്ച് ജീവിക്കുമ്പോൾ ആ 99 കൂടി പരലോകത്ത് നേടിയെടുക്കുന്ന അതിന്റെ അഹലുകാരാകാനുള്ള അധ്വാനങ്ങളും പരിശ്രമങ്ങളും പ്രാർത്ഥനയുമാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മളിൽ ഉണ്ടാകേണ്ടത്. കാരണം നമുക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ പോലും നമ്മുടെയൊക്കെ ലക്ഷ്യം അതാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ സ്വർഗം കൊതിക്കുന്നവരാണ്. ആ സ്വർഗ പ്രവേശനം സാധ്യമാകണമെങ്കിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയാണ്, മനുഷ്യരെ, നിങ്ങൾക്ക് ഒരാൾക്കും നിങ്ങളുടെ അധ്വാനങ്ങൾ കൊണ്ട് കർമ്മങ്ങൾ കൊണ്ട് മാത്രം സ്വർഗപ്രവേശനം സാധ്യമാവുകയില്ല. സ്വഹാബത്ത് തിരിച്ചു ചോദിച്ചില്ല, ഖാലു വലാ അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾക്കും അത് സാധ്യമാകൂലേ? കർമ്മങ്ങൾ കൊണ്ട് മാത്രം സ്വർഗം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല റസൂലേ. സ്വഹാബത്ത് അത് ചോദിക്കുമ്പോ രാവും പകലും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്ന, മാതൃകയായി ജീവിച്ച റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അവർക്കറിയാം. റസൂലേ, നിങ്ങൾക്കത് കിട്ടുമോ? എന്താ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? ഖാല ലാ വലാ അന ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിഫദ്ലിൻ വറഹ്മ. എനിക്കും അത് സാധ്യമല്ല. നമ്മുടെ നിസ്കാരവും നോമ്പും സക്കാത്തും സ്വതക്കയും നമ്മുടെ ഹജ്ജും നമ്മുടെ ഉംറയും നമ്മളുടെ പ്രവർത്തനങ്ങളും സുന്നത്തു നമസ്കാരങ്ങളും ഇതുകൊണ്ടൊക്കെ പാടെ സ്വർഗത്തിലേക്ക് അങ്ങ് പോകാം എന്ന് നമ്മൾ വിചാരിക്കേണ്ട. അതൊക്കെ ഉള്ളതോടൊപ്പം അതെല്ലാം ചെയ്യുന്നവർക്ക് അല്ലാഹ് പ്രത്യേകമായി കൊടുക്കുന്ന അവന്റെ കാരുണ്യം കൂടി നമുക്ക് ലഭ്യമാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എനിക്കും സാധ്യമല്ല. അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട്, ഔദാര്യം കൊണ്ട് എന്നെ അങ്ങ് മൂടിപ്പൊതിഞ്ഞാലല്ലാതെ എനിക്കും അത് സാധ്യമല്ല. അതുകൊണ്ട് ഇഹലോകം മാത്രമല്ല, പരലോകം കിട്ടണമെങ്കിലും, ശാശ്വതമായ സന്തോഷത്തിന്റെ സ്വർഗലോകത്തേക്ക് നമുക്ക് പ്രവേശനം സാധ്യമാകണമെങ്കിലും പ്രിയപ്പെട്ട വിശ്വാസികളെ, നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടിയേ തീരൂ. ആ കാരുണ്യം കിട്ടിയില്ലേ, അത് കിട്ടാത്തവർക്കെല്ലാം നഷ്ടമാണ്. അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാത്ത മുഴുവൻ ആളുകൾക്കും നഷ്ടമാണ്. നമ്മുടെ എല്ലാം പൂർവ്വപിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് തേടിയ തേട്ടമെന്താ? വിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ അറാഫിൽ അല്ലാഹ് പറഞ്ഞില്ലേ, ഖാല റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ അടുത്തുനിന്ന് വീഴ്ച സംഭവിച്ചു പോയി.
നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് നീ കരുണ കാണിക്കുകയും ചെയ്തില്ല എങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരായി മാറും റബ്ബേ. അതുകൊണ്ട് നിന്റെ കാരുണ്യം നീ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ പാപങ്ങളെ നീ പുറത്തു തരണമേ. അല്ലെങ്കിൽ നഷ്ടം. അള്ളാഹുവിന്റെ കാരുണ്യത്തിന് അർഹരാകാനുള്ള അവസ്ഥ നമുക്കുണ്ടായില്ലെങ്കിൽ, ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിച്ചില്ല എങ്കിൽ, പടച്ച റബ്ബ് അവന്റെ ഔദാര്യം നമുക്ക് നൽകിയില്ല എങ്കിൽ സഹോദരങ്ങളെ ജീവിതം നഷ്ടമാകും. മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയും അള്ളാഹുവിനോട് തേടിയ തേട്ടം 11-ാം അധ്യായം സൂറത്തുൽ ഹൂദിന്റെ 47-ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. ഖാല റബ്ബി ഇന്നി അഊദു ബിക അൻ അസ്അലക മാ ലൈസ ലീ ബിഹി ഇൽമ വഇല്ലാ തഗ്ഫിർ ലീ വതർഹംനി അകും മിനൽ ഖാസിരീൻ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയാ, പടച്ചോനെ, എനിക്കറിവില്ലാത്ത വിഷയം നിന്നോട് ഞാൻ ചോദിച്ചു പോകുന്നതിൽ നിന്ന് റബ്ബേ നീ എനിക്ക് പുറത്തു, അതിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. വഇല്ലാ തഗ്ഫിർ ലീ വതർഹംനി അകും മിനൽ ഖാസിരീൻ. പടച്ചോനെ, നീ എനിക്ക് പുറത്തു തരികയും നീ എന്നോട് കരുണ കാണിക്കുകയും ചെയ്തില്ല എങ്കിൽ റബ്ബേ ഞാൻ നഷ്ടക്കാരനായി തീരും. ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, നഷ്ടക്കാരിൽ പെട്ടുപോകാതിരിക്കണമെങ്കിൽ പടച്ചോനെ നീ എനിക്ക് പുറത്തു തരികയും നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് ലഭിക്കണം, നീ ഞങ്ങളോട് കരുണ കാണിക്കണം, ഇല്ലെങ്കിൽ റബ്ബേ ഞങ്ങൾ നഷ്ടക്കാരായി തീരുമെന്നാണ് ആ പ്രവാചകന്മാരുടെ പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നത്. മാത്രവുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷത്തെ തന്റെ ദൗത്യം പൂർത്തീകരിച്ച് ഈ ലോകത്തോട് വിട പറയുന്ന നിമിഷം, സഹോദരങ്ങളെ, ഏതു രംഗത്താണ് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീഴ്ച വരുത്തിയത്? പറഞ്ഞതെല്ലാം ചെയ്ത് കടമകളെല്ലാം പൂർത്തിയാക്കി വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സമൂഹത്തോട് എല്ലായിടത്തുമുള്ള 100% ബാധ്യതകൾ പൂർത്തിയാക്കി കടമകൾ ഭംഗിയായി നിർവഹിച്ച് എല്ലാ നന്മകളും ആ കൃത്യമായ അളവിൽ, തോതിൽ, മാതൃകാപരമായ അവസ്ഥയിൽ ചെയ്ത് പൂർത്തിയാക്കി ഈ ലോകത്തോട് വിട പറയുന്ന നിമിഷം നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവുകൾ, ചുണ്ടുകൾ മന്ത്രിക്കുന്നുണ്ട്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്? അവർ പറയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വഫാത്തിന്റെ സമയത്ത് അള്ളാഹുവോട് തേടിയ തേട്ടം, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ. പടച്ചോനെ, നീ എനിക്ക് പുറത്തു തരണം. ഈ ദുനിയാവിലെ ജീവിതം അവസാനിപ്പിച്ച് പാരത്രിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്, മരണത്തെ സ്വീകരിക്കാനിരിക്കുകയാണ്. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സർവ്വ ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നിർവഹിച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പടച്ചവനോട് പ്രാർത്ഥിക്കുക, പടച്ചവനെ നീ എനിക്ക് പുറത്തു തരണം, നീ എന്നോട് കരുണ കാണിക്കണം. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ആ കാരുണ്യം കിട്ടിയില്ലെങ്കിൽ നഷ്ടമാണ്. അതുകൊണ്ടാണ് ഒരു ജീവിതകാലം മുഴുവൻ നന്മ ചെയ്തിട്ടും പടച്ചോനെ നീ എനിക്ക് കരുണ ചെയ്യണേ എന്ന പ്രാർത്ഥന ലോകത്തോട് വിട പറയുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ആ കാരുണ്യം അത് നമുക്ക് നേടിയെടുക്കണം. അള്ളാഹു തന്റെ അടിമകൾക്കെല്ലാം ഒന്നിച്ച് നൽകുന്ന ചില കാരുണ്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞു. എന്നാൽ വിശ്വാസികൾക്ക് ചിലത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നേടിയെടുക്കണം. വിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ അറാഫിന്റെ തന്നെ 156-ൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ കാരുണ്യത്തെ കുറിച്ച് സംസാരിക്കുന്നു. അതിന്റെ അവസാന ഭാഗത്ത് വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, എന്റെ കാരുണ്യം സർവ്വതിനെയും ഉൾക്കൊള്ളുന്നതാണ്, എല്ലാറ്റിന്റെ മുകളിലും വിശാലമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം. എന്നിട്ട് എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറഞ്ഞത്? ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ വയുഅ്തൂന സകാത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. അതെല്ലാവർക്കും കിട്ടുന്ന കാരുണ്യമല്ല. അള്ളാഹു ആ കാരുണ്യത്തെ ചിലത് പ്രത്യേകമാക്കിയിരിക്കുന്നു. ഫസഅക്തുബുഹാ, അത് നാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ലില്ലദീന യത്തഖൂൻ, തഖ്വയോടുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക്. വയുഅ്തൂന സകാത്ത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൃത്യമായി കണക്ക് നോക്കി സകാത്ത് കൊടുക്കുന്നവർക്ക്. വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ ആയത്തുകളിൽ വിശ്വസിച്ച് യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുന്ന ആളുകൾക്ക്
അള്ളാഹു തൻ്റെ ആ കാരുണ്യത്തെ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് പ്രത്യേകമാക്കി വെച്ച ആ കാരുണ്യം നമുക്ക് നേടിയെടുക്കാനാകണം. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടാൻ വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങളെ അള്ളാഹുവും റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പടച്ചോൻ കാരുണ്യവാനാണ്. ആ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം അത് നേടിയെടുക്കാൻ സഹായകമാകുന്ന ചില പ്രവർത്തനങ്ങളെ, ചില അധ്വാനങ്ങളെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥവും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കർമ്മങ്ങളിൽ നമ്മൾ ഉണ്ടാകണം. അള്ളാഹു കാരുണ്യവാനാണ്. ആ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ തേടുന്നു. ആ കാരുണ്യവാനായ റബ്ബ് അടിമകളോട് ഏറെ കരുണ കാണിച്ചത് കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കാരുണ്യം നേടിയെടുക്കാനുള്ള വഴികളും വിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഏതാനും ചില കാര്യങ്ങൾ, ഒരു 10 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഈ സംഗമം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ഈ എണ്ണിപ്പറയുന്ന 10 എന്താണോ നമ്മളുടെ അടുത്ത് കുറവുള്ളത്, ആ കുറവുള്ള ആ ഒരു നന്മ നമ്മളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തീരുമാനമെടുത്ത് തൗഫീഖിനായി പ്രാർത്ഥിച്ചാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതെങ്കിൽ നമ്മുടെ ഇരുത്തം അൽഹംദുലില്ലാഹ് ധന്യമായി. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒന്ന്, ഇഹ്സാനുള്ളവരാകുക എന്നുള്ളതാണ്. ഇഹ്സാനുള്ളവരാകുക. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഅറാഫിന്റെ 56-ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന റഹ്മത്തല്ലാഹ് ഖരീബും മിനൽ മുഹ്സിനീൻ. ഇന്ന റഹ്മത്തല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന്റെ കാരുണ്യം, ഖരീബും മിനൽ മുഹ്സിനീൻ, ഇഹ്സാനുള്ള ആളുകളുടെ അവർക്ക് അടുത്താണ് അള്ളാഹുവിന്റെ കാരുണ്യം ഉള്ളത്. അത് കിട്ടും അവർക്ക്. എന്താ ഇഹ്സാൻ? 2 നിലക്കുള്ള ഇഹ്സാൻ നമ്മളിൽ ഉണ്ടാകണം. ഒന്ന്, പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നിടത്തുള്ള ഇഹ്സാൻ ഉണ്ടാകണം. ആ ഇഹ്സാൻ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു ഹദീസ് ജിബ്രീൽ. അത് നമ്മൾ കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ, വൻ തഅബുദുല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക്. നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിനെ കാണുന്നത് പോലെ നീ കർമ്മങ്ങൾ ചെയ്യണം. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്, ആ റബ്ബ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ബോധ്യത്തോടു കൂടി നിസ്കരിക്കും. ആ നിസ്കാരത്തിനൊരു അടുക്കും ചിട്ടയും രൂപവും ഒക്കെ ഉണ്ടാകും, അല്ലേ? ഞാൻ ഈ നിസ്കരിക്കുന്നത് എൻ്റെ റബ്ബ് കാണുന്നു. ഞാൻ ആ റബ്ബിനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും എൻ്റെ റബ്ബ് എന്നെ ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യത്തിൽ ഇബാദത്ത് എടുക്കുമ്പോൾ ആ ഇബാദത്തിന് എന്തൊരു ഭംഗിയുണ്ടാകും, ആ ഇബാദത്തിന് എന്തൊരു വൃത്തിയുണ്ടാകും. അങ്ങനെ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കാനാകണം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എൻ്റെ റബ്ബ് എന്നെ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ചിന്തന. അതാണ് ഒരു ഇഹ്സാൻ. രണ്ടാമത്തത്, അള്ളാഹുവിന്റെ സൃഷ്ടികളോട് നമ്മൾ കാണിക്കേണ്ട നന്മയാണ്. നമ്മളിൽ നിന്ന് എല്ലാവർക്കും നന്മയുടെ പെരുമാറ്റം അനുഭവിക്കാനാകണം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ പഠിപ്പിക്കപ്പെട്ട ഇഹ്സാൻ അത് പൂർത്തിയാക്കുന്നവർക്ക് ഇന്ന റഹ്മത്തല്ലാഹ് ഖരീബും മിനൽ മുഹ്സിനീൻ, അവരോട് സമീപമാണ്, അവരുടെ അടുത്താണ് അള്ളാഹുവിന്റെ കാരുണ്യമുള്ളത്. അവർക്കാണ് ആ കാരുണ്യം ലഭിക്കുക. രണ്ടാമത്തെ കാര്യം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരാകണം നമ്മൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും. വിശുദ്ധ ഖുർആന്റെ 3-ാം അധ്യായം സൂറത്ത് ആലു ഇംറാൻ 132-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വാത്തിഉല്ലാഹ വർ-റസൂല ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടിയേക്കാം. അള്ളാഹിനെ റസൂലിനെ അനുസരിക്കുന്ന ജീവിതം ഉണ്ടാകണം. സഹോദരങ്ങളെ, അള്ളാഹ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ അള്ളാഹു എന്നല്ല നമ്മളെ നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളും അൽഹംദുലില്ലാഹ് ഈ സദസ്സിൽ ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരാളൊന്നും ഇവിടെ വന്നിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളും ഈ സദസ്സിൽ ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടണമെങ്കിൽ അള്ളാഹുവിനോടും റസൂലിനോടും നമ്മുടെ അനുസരണം ഉണ്ടാകണം. ചിന്തിച്ചു നോക്കി, ഇന്ന് കഴിച്ച ഭക്ഷണത്തിൽ
ഇന്ന് ധരിച്ച വസ്ത്രത്തിൽ, ഇന്ന് നാം പറഞ്ഞ വാക്കുകളിൽ, ഇന്ന് നടത്തിയ നമ്മുടെ ഇടപാടുകളിൽ, ഇന്ന് കണ്ട കാഴ്ചയിൽ, ഇന്ന് കണ്ട കേൾവിയിൽ, ഇന്ന് പറഞ്ഞ വാക്കിൽ, ഇന്ന് ഭാര്യയോട് ഭർത്താവിനോട് സംസാരിച്ച സംസാരത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിട്ടുണ്ടോ നമ്മൾ? അള്ളാഹുവും റസൂലും പഠിപ്പിച്ച ജീവിത രീതിയാണോ നമുക്കുള്ളത്? അരുതേ എന്ന് അള്ളാഹുവും റസൂലും കൽപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് അടുത്തു പോകുന്ന, ചെയ്തു പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടായോ? എങ്കിൽ പിന്നെ അള്ളാഹുവിനെ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നവർ എന്നെങ്ങനെയാണ് നമ്മളെ കുറിച്ച് പറയാനാകുക? അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും എല്ലാ കൽപ്പനകളെയും പാലിച്ച് ജീവിക്കാൻ നമുക്കാണ്. ഒരു രംഗത്തും കൽപ്പനകളില്ലാത്തതില്ല. അതിനെയെല്ലാം പാലിച്ച് ചെയ്യാൻ പറഞ്ഞത് ചെയ്ത്, അരുതെന്ന് പറഞ്ഞതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്ന് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നവർക്ക് തീർച്ചയായും അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുമെന്ന്. മൂന്നാമത്തെ വിഭാഗം അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിന്റെ 155-ൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ, തീർച്ചയായും ഇത് അള്ളാഹു അനുഗ്രഹീതമായി ഇറക്കിയ ഗ്രന്ഥമാണ്. ഫത്തബിഊഹു, ആ ഗ്രന്ഥത്തെ നിങ്ങൾ പിൻപറ്റുകയും വത്തഖൂ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുക. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഖുർആനിനെ പിൻപറ്റിയുള്ള ജീവിതം ഉണ്ടാകണം, സൂക്ഷ്മതയുള്ളവരാകണം. സഹോദരങ്ങളെ, ഒരു ഫിൽസ് കൊടുക്കുന്നിടത്തും വാങ്ങുന്നിടത്തും പടച്ചോൻ ഇതിന് സാക്ഷിയാണെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കാൻ നമുക്കാകണം. രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയെ കൈമുതലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആനിനെ പിന്തുടരണം നമ്മൾ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞില്ലേ, ഖുർആനിനെ മുന്നിൽ നിർത്തി അതിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ, അവരെ ഖുർആൻ കൊണ്ടുപോയി സ്വർഗത്തിലേക്കാണ് എത്തിക്കുക എന്ന് പറഞ്ഞില്ലേ. എങ്ങനെ പിൻപറ്റുക എന്ന് പറഞ്ഞ, മുന്നിൽ പോകുന്ന ഒന്നിനെ തുടർന്ന് പോകുമ്പോഴാണ് അത് പിൻപറ്റലാകുക. ഖുർആനിനെ പിൻപറ്റണമെങ്കിൽ എന്താ അള്ളാഹു നമ്മളോട് പറഞ്ഞത് എന്ന് പഠിച്ചിരിക്കേണ്ട നമ്മൾ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ എന്തെല്ലാം കൽപ്പനകൾ നമ്മളോടുണ്ട്. ഏകദേശം 70-ലധികം തവണ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് തന്നെ വിളിച്ചുകൊണ്ട് വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം കാര്യങ്ങൾ കൽപ്പിച്ചു നമുക്കറിയാലോ. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ച് അല്ലാഹു ഒരു കാര്യം പറഞ്ഞാൽ, അത് ഒരു കാര്യം ചെയ്യാനാണെങ്കിലും ചെയ്യരുത് എന്നാണെങ്കിലും ആ പറഞ്ഞ കാര്യം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുണ്ടാകണം. അതേതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അനേകം QHLC ക്ലാസ്സുകൾ നടക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളൊക്കെ ഈ രാജ്യത്തിന്റെ ഏത് കോണിൽ ജീവിക്കുന്നവരാണെങ്കിലും അവിടെ നിന്ന് നമ്മളുടെ വണ്ടി എടുത്തുനിന്ന് പോയാൽ, നടന്നു പോയാൽ നമുക്ക് പങ്കെടുക്കാവുന്ന രൂപത്തിൽ അൽഹംദുലില്ലാഹ് ഈ നാട്ടിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. നമ്മളുടെ ജോലി തിരക്കിന്റെയും ദുനിയാവിനെ കൂട്ടിമുട്ടിക്കാനുള്ള നമ്മുടെ ഓട്ടത്തിനിടയിൽ ഒരായത്തെങ്കിലും അർത്ഥസഹിതം പഠിച്ച് അതിൻ്റെ ആശയം മനസ്സിലാക്കാൻ സഹോദരങ്ങളെ നമ്മൾ എത്ര ആളുകൾ പരിശ്രമിച്ചിട്ടുണ്ട് നമ്മൾ പരിശോധിക്കണം. ആ പഠനം നടക്കുമ്പോഴാണ് പിന്തുടർന്ന് ആ ഖുർആനിനെ പിൻപറ്റി ജീവിക്കുന്ന ആളുകളാകാൻ നമുക്ക് സാധിക്കുക. പഠിക്കുന്നവരും തന്നെ പഠിച്ചു പോയ ആയത്തുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചോ എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ ഖുർആൻ പിൻപറ്റി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവർ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുമെന്ന്. നാലാമത്തെ കാര്യം, വിശുദ്ധ ഖുർആൻ സൂറത്ത് അറാഫിന്റെ 204-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ, ഇത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ വണ്ടിയിലൊക്കെ വിവിധങ്ങളായ ഖുർആൻ പാരായണത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും. റേഡിയോ സംവിധാനങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫോൺ കണക്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ പലതും ഉണ്ടാവും. യാത്ര തുടങ്ങുമ്പോൾ ഖുർആൻ പാരായണമാണ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് വഴിക്കുന്ന ആരെങ്കിലും കയറിയിട്ട് നമ്മളെ ബിസിനസ്സും നമ്മളെ സംഘടനാ കാര്യവും എല്ലാ കാര്യവും ചർച്ച ചെയ്യും. അതെങ്ങനെ ഓതിപ്പോകുന്നുണ്ടാകും. അങ്ങനെയല്ല,
ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ രണ്ടു കാര്യം ശ്രദ്ധിക്കണം. ഫസ്തമിഉ ലഹു, അതിനെ ശ്രദ്ധിച്ചു കേൾക്കണം. വഅൻസിതു, നിശബ്ദമായിരുന്നതിനെ കേൾക്കണം. ഇത് രണ്ടും നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ലഅല്ലക്കും തുർഹമൂൻ, അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയ വിഷയമാണ്. അഞ്ചാമത്തെ കാര്യം, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിൽ 56-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅഖീമുസ്സലാ വആതുസ് സക്കാ വഅതിഉർ റസൂൽ ലഅല്ലക്കും തുർഹമൂൻ. നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിസ്കാരം നിലനിർത്തണം. വഅഖീമുസ്സലാ, ഖുർആൻ ഉപയോഗിച്ചതൊക്കെ ഇതിന്റെ വ്യത്യസ്ത പദങ്ങളാണ്. ഇഖാമത്തുസ്സലാ എന്നതിന്റെ വിവിധ പ്രയോഗങ്ങളാണ് ഖുർആൻ നടത്തിയത്. നമസ്കാരം മുറ പോലെ നിർവഹിക്കണം. എങ്ങനെയാ മുറ പോലെ നിർവഹിക്കല്? അതിന്റെ വുളൂ ശ്രദ്ധിച്ച്, സമയം ശ്രദ്ധിച്ച്, അതിന്റെ റുകൂഉം സുജൂദും അടക്കമുള്ള ഇഅ്തിദാലും അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും പറയപ്പെട്ട എല്ലാ അടക്കവും ഒതുക്കവും ശ്രദ്ധയും ഉണ്ടായി സമയം തെറ്റാതെ കൃത്യമായി വേണ്ട എല്ലാ നിബന്ധനകളും പാലിച്ച് അത് നിർവഹിക്കുമ്പോഴാണ് നമസ്കാരം നിലനിർത്തുക എന്ന തലത്തിലേക്ക് എത്തുക. അങ്ങനെ നിസ്കരിക്കുക, അള്ളാഹു പറഞ്ഞ കണക്ക് കൃത്യമായി നോക്കി അള്ളാഹുവിന് തന്ന സമ്പത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കുക, നേരത്തെ പറഞ്ഞ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ച് ജീവിക്കുക. തീർച്ചയായും അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുമെന്ന്. ആറാമത്തെ കാര്യം പാപമോചനമാണ്. പാപമോചന പ്രാർത്ഥനകൾ, ഇസ്തിഗ്ഫാർ നമ്മളിൽ ഉണ്ടാകുക. സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞു പോകുന്നിടത്ത് ആ ജനത അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കാൻ ധൃതി കാണിച്ചപ്പോ അദ്ദേഹം അവർക്ക് കൊടുത്ത ഉപദേശമാണ് സൂറത്തുൻ നംലിന്റെ 46-ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ആയത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു, ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നെങ്കിൽ, അവർക്ക് ഇസ്തിഗ്ഫാർ നടത്തിക്കൂടെ? അങ്ങനെ നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കും. സഹോദരങ്ങൾ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ധാരാളമായി പറയണം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് തന്റെ കർമ്മരേഖയിൽ ധാരാളമായി അസ്തഗ്ഫിറുല്ലാഹ് കാണുന്നവർക്ക് തൂബ, എന്റെ മംഗളാശംസകൾ എന്നാണ്. കർമ്മരേഖയിൽ നമ്മൾ പറഞ്ഞ വാക്കുകളായി ഏറ്റവും കൂടുതൽ കാണേണ്ടത് അസ്തഗ്ഫിറുല്ലാഹ് എന്നതാണ്. നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പറയും. എങ്ങനെ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് പറയല്? അള്ളാഹുവോട് ആത്മാർത്ഥമായി പാപമോചനം തേടി പശ്ചാത്തപിച്ചു മടങ്ങി ഇസ്തിഗ്ഫാർ ചോദിക്കുക എന്നത് തീർച്ചയായും അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാനുള്ള ഒരു മാർഗമായി വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏഴാമത്തൊരു കാര്യം, വിശുദ്ധ ഖുർആന്റെ 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിന്റെ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വിശ്വാസികൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ, ഇണക്കമുണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫാസ്ലിഹു ബൈന അഖവൈക്കും വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ പരസ്പരം സഹോദരങ്ങളാണ്. നമ്മുടെ ഒരു വാക്കുകൊണ്ട് രണ്ടാളെ തെറ്റിപ്പിരിക്കാനല്ല. ഞാനൊന്ന് ഇടപെട്ടാൽ രണ്ടാളുടെ ബന്ധം നന്നാക്കാൻ പറ്റുമെങ്കിൽ, ഇസ്ലാഹ് വരുത്താൻ കഴിയുമെങ്കിൽ അതിനാണ് ശ്രമിക്കേണ്ടത്. അത് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാനുള്ള പ്രത്യേകമായ ഒരു കാര്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചതാണ്. എട്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തി, അർറഹിമൂന യർഹമുഹുർ റഹ്മാൻ യർഹമു അഹ്ലൽ അർളി, അല്ലെങ്കിൽ യർഹമു മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം. വാനലോകത്തുള്ളവൻ, ആകാശത്തിലുള്ളവൻ, ഉപരിയിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. കരുണ കാണിക്കുന്നവരോടാണ് പരമകാരുണ്യകനായ റബ്ബും കരുണ കാണിക്കുക. അതുകൊണ്ട് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുന്നവരാവുക. ആകാശത്തുള്ളവൻ, ഉപരിയിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. 9-ാമത്തെ കാര്യം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹ്, തീർച്ചയായും അല്ലാഹു കരുണ കാണിച്ചിരിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു. ആരെയാണ്? ഇംറാൻ സ്വല്ല ഖബല അസ്രി 4, അസറിന് മുൻപ് 4 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നവൻ. നമ്മുടെ സാധാരണ നമ്മൾ എണ്ണിപ്പോകുന്ന റവാത്തിബ് സുന്നത്തിൽ നമ്മൾ എണ്ണുന്നതല്ല, അതിൽ പഠിപ്പിക്കപ്പെട്ടതല്ല. എന്നാൽ രണ്ടുമായി അസറിന് മുൻപ് 4 റക്അത്ത് നമസ്കരിക്കുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു അവരോട് കരുണ കാണിക്കട്ടെ, അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി.
10ാമത്തെ ഒരു വിഷയം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റഹിമല്ലാഹ് റജുലുൻ ഖാമ മിനൽ ലൈലി ഫസല്ല വഅയ്ഖല ഇംറഅതഹു ഫഇൻ അബത് നലഹ ഫീ വജ്ഹിഹൽ മാ. രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുക, ഭാര്യയെയും വിളിച്ചുണർത്തുക. എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ എഴുന്നേൽക്കാൻ ചില പ്രയാസം ഉണ്ടാകും. അതിനൊരു വിസമ്മതം കാണിക്കുകയാണെങ്കിൽ മുഖത്ത് വെള്ളം തെളിച്ച് അവളെ എഴുന്നേൽപ്പിക്കുക, എന്നിട്ട് നിസ്കരിക്കുക. തിരിച്ചും ഒരു പെണ്ണ് രാത്രി എഴുന്നേറ്റ് അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ച് ഭർത്താവിനെ വിളിച്ചുണർത്തി അദ്ദേഹം വിസമ്മതം കാണിക്കുമ്പോൾ മുഖത്ത് വെള്ളം തെളിച്ച് ആ ഉറക്കച്ചടവിൽ നിന്ന് മാറ്റിയെടുത്ത് ഒരുമിച്ച് നമസ്കരിക്കാൻ വേണ്ടി വിളിച്ചുണർത്തി രാത്രി നമസ്കരിക്കുന്ന ദമ്പതികൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവർക്ക് അള്ളാഹുവിന്റെ കരുണ കൊടുക്കട്ടെ, അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പറയാൻ. സഹോദരങ്ങളെ, നമ്മുടെ റബ്ബ് കാരുണ്യവാനാണ്. ഈ ദുനിയാവിൽ സൃഷ്ടിജാലങ്ങൾക്ക് വ്യത്യാസമില്ലാതെ, മനുഷ്യർക്ക് വ്യത്യാസമില്ലാതെ, വിശ്വാസി അവിശ്വാസി വ്യത്യാസമില്ലാതെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ പലതും വിശാലമാക്കി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ചിലത് തന്റെ പ്രിയപ്പെട്ട അടിമകൾക്ക് മാത്രമായി അള്ളാഹു പ്രത്യേകമാക്കി വെച്ചിട്ടുണ്ട്. ഈ ദുനിയാവിൽ അനുഭവിച്ചതെല്ലാം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരു ഭാഗമാണെങ്കിൽ ബാക്കി 99 വിശ്വാസികൾക്ക് പൂർത്തീകരിച്ചു കൊടുക്കാൻ പരലോകത്തേക്ക് അള്ളാഹു മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലഭിക്കണം, അത് നമ്മൾ തേടണം, അതിനുവേണ്ടി പണിയെടുക്കണം. വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച അതിലെ 10 കാര്യങ്ങളാണ് ഈ സംസാരത്തിന്റെ അവസാനത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടി തേടുക, നിരാശയില്ലാതെ അതിൽ പ്രതീക്ഷയർപ്പിക്കുക, ദീനിയായ ജീവിതം സാധ്യമാക്കുക, പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക, നമ്മുടെ ഈമാനിനെ നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കുക, സംശയങ്ങളെ ദൂരീകരിക്കുക, നന്മ പഠിച്ച് മുന്നോട്ട് പോവുക. ഈ മണ്ണിൽ അൽഹംദുലില്ലാഹ് നമുക്ക് അള്ളാഹു ഒരുക്കി തന്ന ഈ അവസരത്തെ അത് എല്ലാ അർത്ഥത്തിലും നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് തുടർന്നു പോകുന്ന നന്മകൾ നമ്മളിൽ ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു ക്യാമ്പയിൻ, ഈ ഒരു പ്രചാരണ പരിപാടി അടുത്ത വെള്ളിയാഴ്ച അവസാനിക്കുകയാണ്. അതിൽ ആ സമാപന സമ്മേളനത്തിൽ നമ്മുടെ പങ്കാളിത്തം ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് അങ്ങോട്ടും ഓരോ സന്ദർഭങ്ങളിൽ പുതിയ പുതിയ നന്മകളുടെ കൂടിച്ചേരലുകൾ നമ്മുടെ കൂട്ടായ്മ പ്രഖ്യാപിക്കാറുണ്ട്. അവിടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകണം. നമ്മുടെ അടുത്തുള്ള QHLC ക്ലാസ് എവിടെയാണ് എന്ന് അന്വേഷിച്ചറിഞ്ഞ് അതിൽ നമ്മുടെ പങ്കാളിത്തം ഉണ്ടാകണം. ഏത് ജോലി തിരക്കുണ്ടെങ്കിലും, എത്ര ഓവർ ടൈം ഡ്യൂട്ടി ഉണ്ടെങ്കിലും, എത്ര രാത്രിയിലെ ഡ്യൂട്ടിയാണ് നമുക്കുള്ളതെങ്കിലും, എവിടെയും നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ചില കൂട്ടുകാർ നമുക്കുണ്ട്. പീസ് റേഡിയോ നമുക്ക് എല്ലായിടത്തും ദീനി പഠനത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ജമീൽ എന്ന പേരിലുള്ള സവിശേഷമായ നമ്മുടെ ഒരു ആപ്പ്, ഖുതുബ വേണോ, വീഡിയോ വേണോ, ഷോർട്ട് വീഡിയോസ് വേണോ, ഒരു പ്രഭാഷണം പൂർണ്ണമായി വേണോ, നിങ്ങൾക്ക് ലഘുലേഖകളും മറ്റും എഴുത്തുകൾ വായിക്കാനാണോ താല്പര്യം, ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ദുനിയാവിലേക്ക് ആവശ്യമുള്ളതൊക്കെ ശേഖരിക്കുന്നത് പോലെ ജമീലിൽ കയറിയാൽ ദീനുമായി ബന്ധപ്പെട്ടത് എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാനാകും. നമ്മുടെ പ്രാർത്ഥനകൾ സമയാസമയത്ത് ഓർമ്മപ്പെടുത്തുന്ന സംവിധാനങ്ങൾ അതിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അർത്ഥസഹിതം പ്രാർത്ഥനകൾ നോക്കി പഠിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. അനേകം അവസരങ്ങളുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തി നന്മയുടെ അഹ്ലുകാരായി ജീവിക്കുക, കാരുണ്യത്തിന് വേണ്ടി തേടുക, പണിയെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.